എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ചീര വെച്ചൊരു തോരൻ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ചീരയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ നമ്മൾ തുണിയൊന്ന് വെച്ച് ഒപ്പിയെടുക്കണേ. വെള്ളപ്പശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ചീരൻ തോരൻ വെച്ചാൽ ഒരുപാട് വെള്ളം വന്ന് കുഴഞ്ഞു പോവും. അതുകൊണ്ട് നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം നമുക്കത് മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറുന്ന നേരം വരെ മാത്രമേ മൂടി വെച്ച് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് നേരം നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചാലും അതൊക്കെ കുഴഞ്ഞു പോകും. ഇപ്പോൾ കണ്ടോ, ചെറുതായി ഒന്ന് ആവി കയറുമ്പോൾ മാത്രമേ നമ്മൾ മൂടിയെടുത്തു. ഇനി മൂടി വെച്ച് വേവിക്കരുത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ച് കൊടുക്കുന്നത്, ബാലൻസ് കൂടെ വേവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഒന്ന് നന്നായി കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പിട്ട് പോകും. അതുകൊണ്ട് ചീരയൊക്കെ ഒന്ന് ചെറുതായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ചീര തോരൻ വയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം തേങ്ങ ഇട്ടാലാണ് നല്ല സ്വാദുണ്ടാവുക. അതുകൊണ്ട് തേങ്ങ കുറച്ച് കൂട്ടി തന്നെ ഇടണം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ തോരനൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി നമുക്ക് ഒരു വറവുണ്ടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളുത്തുള്ളി ഈ എണ്ണയിൽ വെച്ച് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കും. കുറച്ച് നേരം ഒന്ന് മൂപ്പിക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മുളക് കൂടി അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് നന്നായി ഫ്രൈ ചെയ്ത് വരണം, അല്ലെങ്കിൽ നമ്മുടെ വറവിന് ഒരു സ്വാദുണ്ടാവില്ല. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മുളകൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.